ഇപ്പോൾ ശ്രീ ബെന്നി ബെഹനാൻ MP നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബെന്നി ബെഹനാൻ, അത്യന്തം ദുഃഖകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത് അവരുടെ ഉപജീവന മാർഗമാണ് ഈ വനവിഭവങ്ങൾ ശേഖരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് പോകുമ്പോൾ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ അടുത്തടുത്ത ദിവസങ്ങളിൽ 3 പേരുടെ ജീവൻ എന്ന് പറയുമ്പോൾ സ്ഥിതി വളരെ വളരെ ഗൗരവത്തോടെ തന്നെ കാണണ്ടേ? നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വളരെ ദുഃഖകരവും ഗൗരവതരവുമാണ്. ഞാനിപ്പോൾ അതിരപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ആണ്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ അവിടെ ഒരു ആദിവാസി കോളനിയിൽ ഒരു മലക്കപ്പാറയിൽ ഒരു വ്യക്തി വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി വനത്തിൽ പോയപ്പോൾ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചു. ഇത് പിറ്റേ ദിവസമാണ്, ഇന്ന് കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ഇന്ന് വീണ്ടും ഇത് ആവർത്തിക്കുന്നു. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ജാഗ്രതയും ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോ ഇല്ല. നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽപ്പെട്ട ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുക എന്നത്. ഇത് എത്രയോ പ്രാവശ്യം ഇത് നമുക്ക് അനുഭവം ഉണ്ടായിട്ടും ഇതിനെതിരെ ഒരു പ്രതിരോധം നടത്തുന്നതിനോ അല്ലെങ്കിൽ ഈ നിരന്തരമായി അടുത്തടുത്ത ദിവസം ഉണ്ടായിക്കൊണ്ട് ഇന്നലെ ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും വനം വകുപ്പും അതുപോലെ തന്നെ ഗവൺമെന്റും ഈ കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകുകയും, ഒന്നില്ലെങ്കിൽ നമുക്കറിയാം, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ, ആദിവാസികളായിട്ട് ജനങ്ങൾ അവരുടെ ജീവിക്കണമെങ്കിൽ വനത്തിൽ പോയി വന വിഭവങ്ങൾ ശേഖരിക്കണം. അതിന് പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. ഇതൊന്നുമില്ലാതെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു ഭരണകൂടത്തിനെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? വളരെ ദുഃഖകരമാണ്, ഖേദകരമാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ വളരെ രോഷാകുലരാവും. ഇത് ഒരു ദിവസം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അനുശോചനം രേഖപ്പെടുത്തി ഗവൺമെന്റിന്റെയും അതുപോലെ മന്ത്രിയുമൊക്കെ അവരുടെ ഉത്തരവാദിത്തം അവസാനിപ്പിക്കുന്നതല്ലാതെ ഇതിന് തുടർ നടപടിയില്ല. അവിടെ ഫെൻസിംഗ് ഇടുന്നതിനോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നതിനോ ഒന്നിനും അതിന് പണം മാറ്റിവെക്കുന്നില്ല. അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അതിന് ജാഗ്രത കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇതെല്ലാം നമുക്ക് വളരെ അപമാനകരവും ദുഃഖകരവുമാണ്. ശ്രീ ബെന്നി ബെഹനാൻ, നമുക്ക് ഏറ്റവും വിഷമമുള്ള ഒരു സമയമാണെങ്കിൽ പോലും ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന 20 വയസ്സുള്ള കുട്ടി മരിച്ച സംഭവത്തിൽ നമുക്ക് പറയാം അത് ഇങ്ങോട്ട് ഇറങ്ങി വന്ന കാട്ടാനയാണ്. ഇതിപ്പോ കാട്ടിനകത്താണ്. നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പക്ഷെ എന്ത് ചെയ്യും? ഇവരെ അങ്ങനെ ഒരു സൊല്യൂഷൻ കൂടി നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റണ്ടേ? അത് കാടിനകത്ത് സൊല്യൂഷൻ ഉണ്ടല്ലോ. ഒന്ന്, ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന വനവിഭവങ്ങൾ ശേഖരിക്കുക എന്നത് ആ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ അവകാശമാണത്. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അതിനാണ് അവർക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും അതിനെക്കുറിച്ചിട്ട് നേരത്തെ തന്നെ അവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള എത്രയോ ആധുനിക സൗകര്യങ്ങളുണ്ട്. അത് ഗവൺമെന്റ് പ്രയോജനപ്പെടുത്തണ്ടേ? അത് പ്രയോജനപ്പെടുത്തുന്നില്ല. അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? പോകരുത് എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവരുടെ ഈ ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് സഹായങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുക്കണ്ടേ? ആളുകൾ എന്തിനാ കാട്ടിൽ പോകുന്നത് ടൂറിസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ട്രിപ്പിന് പോകുന്നതല്ല. അവിടെയുള്ള ആളുകൾ പോകുന്ന ഉപജീവനത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പൊ ഉപജീവനത്തിന് വേണ്ടി കാട്ടിൽ പോകുന്ന, വനത്തിലേക്ക് കയറി പോകുന്ന ആളുകളുടെ ഉപജീവന മാർഗം ഇല്ലാതാകുകയാണ് അവർ പോയില്ലെങ്കിൽ. അപ്പൊ സ്വാഭാവികമായും ഗവൺമെന്റ് ഉത്തരവാദിത്തം എന്താ? അവർക്ക് ജീവിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാക്കണം. ഇപ്പോൾ ഈ ചൂട് കൂടുന്ന കാലഘട്ടമാണ്. ചൂട് കൂടുന്ന കാലഘട്ടത്തിലാണ് വന്യമൃഗങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇതെല്ലാം ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ മനസ്സിലാക്കാൻ കഴിയുന്ന സാമാന്യ വിവരത്തിന്റെ പേരിൽ മനസ്സിലാക്കാവുന്നതല്ലേ? ഇതൊന്നും മനസ്സിലാക്കാതെ ഓരോ സംഭവങ്ങൾ കഴിയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ചെറിയൊരു നഷ്ടപരിഹാരം കൊടുത്ത് ആ വിഷയം അവസാനിപ്പിക്കുകയാണോ വേണ്ടത്? ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് വേണ്ടേ? ഇതിനെക്കുറിച്ച് നടപടികൾ വേണ്ടേ? ഇതൊന്നും ചെയ്യാത്തതാണ് ഞാൻ വലിയ കുറ്റകരമായ അനാസ്ഥയാണ് ഈ കാണിക്കുന്നത്. ബെന്നി ബെഹനാൻ MP ആണ് സംസാരിച്ചത്. വളരെ നന്ദി ശ്രീ ബെന്നി ബെഹനാൻ സംസാരിച്ചതിന്. അദ്ദേഹം ഇപ്പോൾ അതിരപ്പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഇതാണ്. ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 4 അംഗ സംഘമാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിനിരയായത്. അതിൽ കാട്ടാനക്കൂട്ടം ഇവർ താൽക്കാലികമായി തയ്യാറാക്കിയ ഒരു ഷെഡിൽ ഇവർ വിശ്രമിക്കുകയായിരുന്നു. ആ ഷെഡിന് നേർക്ക് ഈ ആനക്കൂട്ടം പാഞ്ഞടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലാണ് ഒരാൾ അവിടെ ആ ഷെഡിനടുത്താണ് ആളുടെ മൃതദേഹം കണ്ടത്. മറ്റൊരാളുടെ മൃതദേഹം അതിനോട് ചേർന്നുള്ള ഈ പുഴയിലാണ്. അതായത് ആ ഭാഗത്തെ ഒരുപക്ഷെ ഭയന്ന് ഓടിയപ്പോൾ സംഭവിച്ചതാകാം, അറിയില്ല. എന്തായാലും അത് കൂടുതൽ വിശദമായ പരിശോധനയിലാണ് വേണ്ടത്. പക്ഷേ ശ്രീ ബെന്നി ബെഹനാൻ പറഞ്ഞതുപോലെ ഒരു ആനയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ എന്തുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല? അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട മുന്നറിയിപ്പ് കൊടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇവർക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രതിവിധികളൊന്നുമില്ലാതെ ആനയുടെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റ് വന്യജീവികളുടെ മുമ്പിലോ പോയി
തീരാൻ വിധിക്കപ്പെട്ടവരായി നമ്മുടെ ഈ വനവാസി വിഭാഗം പെടുന്നത്, അവർക്ക് എന്തുകൊണ്ട് അവർക്കൊരു മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ അധികൃതർ തന്നെയാണ് മറുപടി പറയേണ്ടത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം എന്നൊന്നും സാധാരണ എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റപ്പെട്ടതായി തോന്നും. പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ 2 ദിവസത്തിനിടെ 3 പേരുടെ ജീവനാണ്. അതിന് തൊട്ടു മുൻപ് ഒരാളുടെ ജീവൻ ഭാഗ്യത്തിന് മാത്രം രക്ഷപ്പെട്ട് കിട്ടിയതാണ്. മാർച്ച് വരെയുള്ള ഒരു കാലയളവിൽ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഈ മേഖലയിൽ തന്നെ വന്യജീവി ആക്രമണം ഉണ്ടാവുന്നത്. 10 വർഷത്തിനിടെ 6 പേർ മുമ്പ് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇതിനൊരു പരിഹാരം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? വീണ്ടും വീണ്ടും മരണങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധയോടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, അങ്ങോട്ടേക്ക് ജനപ്രതിനിധികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ കാണുന്നത് ഇത് അതിരപ്പള്ളി മേഖലയിൽ നിന്ന് ഈ ഒരുപക്ഷെ വനമേഖലയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു നമുക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഇതിലൊരു പുതുമ തോന്നാത്ത വിധം ഈ വന്യജീവി ആക്രമണങ്ങൾ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ആ പാവം പിടിച്ച ജനങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ സംസാരിക്കാനോ സംഘടിതരായി ശബ്ദമുയർത്താനോ ആളുകൾക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കൂടിയായിരിക്കും. കാരണം ബഹളമുണ്ടാകുന്നിടത്ത് നമ്മൾ കാണുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മറുപടിയെങ്കിലും ഉണ്ടാകും. പക്ഷേ പലപ്പോഴും ഇവരുടെ കാര്യത്തിൽ ഒരു മറുപടി പോലും ഉണ്ടാകാറില്ല. അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു ആശ്വാസ വാക്കുകൾക്കപ്പുറത്തേക്ക് ഒരു പരിഹാരവും ഉണ്ടാകാറില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തായാലും വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ അല്പം മുൻപ് ന്യൂസ് 18നോട് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ CCFനോട് അടിയന്തരമായി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവത്തോടെ സർക്കാർ കാണുന്നു എന്നതാണ്. സർക്കാർ ഗൗരവത്തോടെ കണ്ടാൽ മാത്രം പോരാ, അതിന് ഇനി ഇങ്ങനെ ഒരു വാർത്ത പുറത്ത് വരാതിരിക്കാൻ, ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഉള്ള അവസ്ഥ ഉണ്ടാവണം. ഇങ്ങനെ ഒരു മനുഷ്യന് പോലും ജീവൻ നഷ്ടപ്പെടാതിരിക്കണം. അതിനെന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് അറിയേണ്ടത്. സർക്കാരും വനംവകുപ്പും ഒക്കെ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടതും. ഈ വിഷയം തന്നെ വളരെ വിശദമായി ന്യൂസ് 10 ചർച്ച ചെയ്യും. 2 ദിവസത്തിനിടെ 3 വിലപ്പെട്ട ജീവനുകൾ എങ്ങനെയാണ് പൊലിയാനിടയായ സാഹചര്യം, അതിനുള്ള മറുപടികൾ തന്നെ ഉണ്ടാവേണ്ടി വരും.